ഏതൊരാൾക്കിത്ര സ്നേഹം ഈ ഭൂമി നൽകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. സ്വലാത്ത് ചൊല്ലുക എന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. വിശുദ്ധ ഖുർആൻ അഹ്സാബ് സൂറത്തിൽ പറയുന്നു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി. അല്ലാഹുവും അവൻ്റെ മലക്കുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹങ്ങൾ ചരിച്ചുകൊണ്ടിരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ട് തിരുനബിയെ. അവൻ്റെ മലക്കുകളും അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രകീർത്തിക്കുകയും അവർക്ക് വേണ്ടി വലിയ ഉന്നത സ്ഥാനങ്ങൾ ഇനിയും ഉയർച്ചയ്ക്ക് വേണ്ടി സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, സല്ലൂ, നിങ്ങളും സ്വലാത്ത് നിർവഹിക്കണം തിരുനബിയുടെ മേലിൽ. വസല്ലിമു, സലാം നിർവഹിക്കണം. തസ്ലീമാ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. സ്വലാത്തിനെ പറ്റി അള്ളാഹു പറഞ്ഞ സമയത്ത് അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. മലായിക്കത്തുകൾ, കോടാനക്കോടി മലക്കുകൾ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു നിർവഹിക്കുന്ന കോടാനക്കോടി മലായിക്കത്തുകൾ വരെ നിർവഹിക്കുന്ന ഒരു കാര്യമാണ് മുത്തുനബിയെ മഹത്വപ്പെടുത്തുകയും അവിടുത്തെ മേലിലുള്ള സ്വലാത്തും. അതുകൊണ്ട് തന്നെ വിശ്വാസികളോടും അള്ളാഹു കൽപ്പിക്കുന്നു. വിശ്വാസികളിൽ മനുഷ്യർ മാത്രമല്ല, മനുഷ്യരും ജിന്നുകളും, എല്ലാ വിശ്വാസികളും പെട്ട് മലക്കുകളും നേരത്തെ പെട്ടു. അപ്പോൾ മലായിക്കത്ത്, കോടാനക്കോടി മലക്കുകളും ലോകരക്ഷിതാവായ അള്ളാഹുവും സത്യവിശ്വാസികളും നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയും ചെയ്ത കാര്യമാണ് എന്ത്? മുത്തുനബിയുടെ മേലുള്ള സ്വലാത്ത്. ധാരാളം സൽക്രമങ്ങളുണ്ട് സ്വലാത്തല്ലാത്ത. പക്ഷേ സ്വലാത്തിനെ പറ്റി ഈ പറഞ്ഞതുപോലെയുള്ളൊരു വാചകം, സ്വലാത്തിനെ പറ്റി പറഞ്ഞതുപോലെയുള്ളൊരു വാചകം മറ്റു നിസ്കാരത്തെ പറ്റി പറഞ്ഞിട്ടില്ല, സക്കാത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല, മറ്റൊരു കർമ്മത്തിനെ പറ്റിയും പറഞ്ഞിട്ടില്ല. മലായിക്കത്തുകൾ നിർവഹിക്കുന്നുണ്ട്, അള്ളാഹു തന്നെ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും നിർവഹിക്കൂ എന്ന് പറഞ്ഞത് മറ്റൊന്നുമില്ല. അപ്പോൾ ഏറ്റവും വലിയ സൽക്രമത്തിൽപ്പെട്ടതാണ് മുത്തുനബിയുടെ മേലിലുള്ള സ്വലാത്ത്. അവിടുത്തെ സ്നേഹിക്കലും നമ്മുടെ ചുണ്ടിലും ഹൃദയത്തിലും എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടതാണ് മുത്തുനബിയുടെ മേലുള്ള സ്വലാത്ത്, അവിടത്തോടുള്ള ആദരവ്. അള്ളാഹുവിന് തിരുനബിയോടുള്ള സ്നേഹം എത്ര മാത്രമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മലായിക്കത്തുകളെ കൊണ്ട് അള്ളാഹു നിർവഹിപ്പിക്കുന്നു. അപ്പം അവിടത്തോട് മലക്കുകൾക്കുള്ള ബഹുമാനം എത്രയാണ്! തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു നമുക്ക് വേണ്ടി നിയോഗിച്ച ദൂതരാണ്. അവിടുന്ന് എത്രയോ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകേണ്ടി വന്നിട്ടുണ്ട്. ധാരാളം ആക്ഷേപങ്ങൾ ശത്രുക്കളിൽ നിന്നും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം സഹിച്ചുകൊണ്ട് നമ്മയൊക്കെ സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ അവിടുന്ന് ധാരാളം പ്രയാസങ്ങൾ സഹിച്ചു, പ്രബോധനങ്ങൾ ചെയ്തു. ആ പ്രയാസങ്ങൾ സഹിച്ചു അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചു. അവിടുന്ന് സിറാജായി, വെളിച്ചമായി, വിളക്കായി മാറി. അതുകൊണ്ട് തന്നെ അവിടത്തോട് നമുക്ക് ധാരാളം കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. അത് വീട്ടാൻ ഏറ്റവും പറ്റിയ കാര്യമാണ് മുത്തുനബിയുടെ മേലുള്ള സ്വലാത്ത്. അവിടുത്തെ മേലുള്ള സ്വലാത്തിൻ്റെ ലക്ഷ്യം അവിടുത്തെ പദവി ഉയർത്തണം എന്നതല്ല, അതിനേക്കാൾ നമുക്ക് അവിടത്തോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കുകയും അവിടുത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഉന്നതമായ പദവികൾ നമുക്ക് ലഭിക്കലാണ്.
അവിടുത്തെ മേലിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, മൻ സല്ലല്ലാ അലയ്യ സ്വലാത്തൻ, എൻ്റെ മേലിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, അതുകൊണ്ട് അള്ളാഹു തന്നെ ഏറ്റെടുത്ത് അവൻക്ക് 10 സ്വലാത്ത് ചൊല്ലും. ഒരാൾ 40 സ്വലാത്ത് അല്ലെങ്കിൽ 100 സ്വലാത്ത് അല്ലെങ്കിൽ 1000 സ്വലാത്ത് ദിവസവും ചൊല്ലിയാൽ, 100 സ്വലാത്ത് ചൊല്ലിയാൽ ഒരു സ്വലാത്തിന് 10 വീതം സ്വലാത്ത് അള്ളാഹു ഇങ്ങോട്ട് നിർവഹിക്കുമ്പോൾ 100-ന് എത്ര സ്വലാത്തായി? 100 സ്വലാത്ത് നമ്മൾ അങ്ങോട്ട് ചൊല്ലിയാൽ 1000 സ്വലാത്ത് അള്ളാഹു നമുക്ക് വേണ്ടി നിർവഹിക്കും. 1000 സ്വലാത്ത് ചൊല്ലിയാൽ 10,000 സ്വലാത്ത് നിർവഹിക്കും. അപ്പോൾ യജമാനനായ റബ്ബ് തന്നെ ഏറ്റെടുക്കുകയാണ് നമ്മുടെ സ്വലാത്ത്. അതിന് പകരം അള്ളാഹ് തന്നെ നമ്മുടെ മേലിൽ നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിയുകയാണ്. ഒരു സ്വലാത്തിന് 10 അനുഗ്രഹം അല്ലാഹ് ചൊരിയും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അത്രയും വലിയ പുണ്യകർമ്മമാണ് സ്വലാത്ത്. സ്വലാത്തിൻ്റെ വിധി എന്താണ്? സ്വലാത്ത് ചിലപ്പോൾ നിർബന്ധമാണ്. നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ നിസ്കാരം തന്നെ സഹീഹല്ല. സലാം ചൊല്ലിയില്ലെങ്കിൽ നിസ്കാരം തന്നെ സഹീഹല്ല. അതുപോലെ ഖുതുബ നിർവഹിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഖുതുബ സഹീഹല്ല. ഇങ്ങനെ ഫർളായ സ്വലാത്തുകൾ ഉണ്ട്. അതുപോലെ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചാൽ അള്ളാഹു തന്നെ നമ്മെ ഏറ്റെടുക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔലന്നാസി ബിയൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത സ്ഥാനം കിട്ടൽ, എൻ്റെ അടുത്ത സ്ഥാനം കിട്ടൽ, എൻ്റെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ സ്വലാത്ത് ആരാണ് ചൊല്ലുന്നത്? അവരാണ് എൻ്റെ ഏറ്റവും അടുത്തവർ. നമുക്കറിയാം, നമ്മൾ വലിയൊരു പ്രമുഖ വ്യക്തിയുമായി അടുപ്പമുണ്ടാവുക എന്നത് ഏറ്റവും നല്ല കാര്യമല്ലേ? എന്നാൽ ഏറ്റവും ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുപ്പമുണ്ടെങ്കിൽ എത്ര വലിയ മഹത്വമാണ്. അതിന് വഴിവെക്കുന്ന കാരണമാകുന്ന കാര്യമെന്താണ്? അവിടുത്തെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അവിടത്തോട് നമുക്ക് അടുപ്പമുണ്ടാകും. അതേ ആഖിറത്തിൽ എല്ലാവരും പേടിച്ച് സമയം അള്ളാഹുവിനോട് അടുപ്പമുള്ള അല്ലെങ്കിൽ തിരുനബിയോട് നമുക്ക് അടുപ്പമുണ്ടെങ്കിൽ തീർച്ചയായും അവിടുത്തെ ശഫാഅത്ത് നമുക്ക് ലഭിക്കും. അവിടത്തോട് അടുപ്പമുണ്ടാവുക എന്നത് ഏറ്റവും വലിയ ഉത്തമമായ നന്മയല്ലേ? സ്വർഗത്തിലും അവിടത്തേക്ക് അടുപ്പം ലഭിക്കാൻ, മഹ്ശറയിൽ അവിടുന്ന് നമ്മെ കൈപിടിച്ചുയർത്താൻ അടുപ്പമുള്ളവരൊക്കെ അവിടുന്ന് ഏറ്റെടുക്കില്ലേ? തീർച്ചയായും ഏറ്റെടുക്കും. തിരുനബിയുടെ മേൽ സ്വലാത്തിനെ പറ്റി നബി തങ്ങൾ മറ്റു പലതും പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ ദിനം വെള്ളിയാഴ്ച ദിനമാണ്. ഫക്സിറു അലയ്യ മിനസ്സലാത്തി ഫീഹി, അതിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക എന്നല്ല പറഞ്ഞത്, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്ത് എൻ്റെ മേലിൽ വെളിവാക്കപ്പെടുന്നു. ഫഖാലു യാ റസൂലല്ലാഹ് കൈഫ തുറലു സ്വലാത്തുനാ അലൈക വഖദ് അരിംത മിൻ, നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ മുത്തുനബിയുടെ മേലിൽ ആ സ്വലാത്തുകൾ വെളിവാക്കപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മളെ സ്വലാത്ത് നമ്മളെയും മുത്തുനബിയുടെ മേലിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. സഹാബത്ത് ചോദിച്ചു, നബിയെ, അങ്ങ് മണ്ണിനോട് ചേരുമ്പോൾ പിന്നെ എങ്ങനെയാണ് വെളിവാക്കുക? നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അള്ളാഹു അംബിയാക്കളുടെ ശരീരം ഭൂമിയുടെ മേലിൽ ഹറാമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും മണ്ണിനോട് ചേരുകയില്ല. നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ മുത്തുനബി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, മുത്തുനബിയുടെ മേലിൽ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തുനബിക്ക് നമ്മോട് എന്തൊരു സ്നേഹമായിരിക്കും. അവിടുത്തെ മേലിൽ നാം സലാം ചൊല്ലിയാൽ അത് എവിടെ നിന്നായാലും ഇല്ലാ റദ്ദല്ലാഹു അലൈഹി റൂഹി ഫഅറുദ്ദ അലൈഹി സലാം, അവൻ്റെ സലാം ഞാൻ മടക്കുന്നതാണ്. നമ്മൾ സലാത്തും സലാമും ചൊല്ലുമ്പോൾ
നമ്മുടെ സലാത്ത് സലാം അവിടെ നിന്ന് മടക്കുന്നുണ്ട്. അപ്പോൾ മുത്തുനബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മെ ആ സ്വലാത്തിനെ അവിടുത്തെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്, അവിടത്തേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മുടെ സ്വപ്നത്തിൽ വരാനും യഖ്ളത്തിൽ വരാനും അത് കാരണമായി തീരുന്നതാണ്. എന്ത് പ്രതിസന്ധിയുണ്ടോ ആ പ്രതിസന്ധിക്ക് പരിഹാരം മുത്തുനബിയുടെ മേലിൽ സ്വലാത്താണ്. ബഹുമാനപ്പെട്ട അബൂ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരിക്കൽ ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലേ, ഇന്നി ഉക്തിറു സ്വലാത്ത് അലൈക്, ഞാൻ അങ്ങയുടെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കട്ടെ നബിയേ. ഫകം അജഅലു ലക മിൻ സ്വലാത്തി, അങ്ങയുടെ മേലിൽ എൻ്റെ സ്വലാത്ത് എത്രയാണ് നബിയാക്കേണ്ടത്, ഞാൻ വർദ്ധിപ്പിച്ചോളാം. ഫഖാല മാ ശീത, നീ എത്ര ഉദ്ദേശിച്ചു അത്രയും ചെയ്തോ. ഖാൽ നബി ഖുൽതു റുബ്അ, ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിലെ 4/1 ഭാഗവും സ്വലാത്താക്കാം നബിയെ. ഖാൽ നബി തങ്ങൾ പറഞ്ഞു, മാ ശീത, നീ ഉദ്ദേശിച്ച അത്രയും ചൊല്ലിക്കോ. ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, 4/1 നിന്റെ 24 മണിക്കൂറിലെ 4/1 ഭാഗവും സ്വലാത്താക്കാം, പക്ഷേ 6 മണിക്കൂറും സ്വലാത്ത് ചൊല്ലാം എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നീ ഉദ്ദേശിച്ചാൽ അതിലും കൂട്ടിക്കോ. അപ്പോൾ അബൂ കഅബ് പറഞ്ഞു, അന്നിസ്ഫ്, എന്നാൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആയുസ്സിൽ, എൻ്റെ ദിവസത്തിലെ പകുതി ഭാഗവും സ്വലാത്താക്കട്ടെ നബിയേ. നബി തങ്ങൾ പറഞ്ഞു, നീ ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെയാക്കിക്കോ. ഇനി നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എത്രയും വർദ്ധിപ്പിച്ചോ. ഫഹുവ ഖൈറുൽ ലക, അതാണ് ഉത്തമം. ചോദിച്ചു, ഫത്തുലുസൈൻ, 3-ൽ, എൻ്റെ ഒരു ദിവസത്തിലെ 2 ഭാഗവും, ദിവസത്തെ 3 ഭാഗമാക്കിയിട്ട് അതിൽ പകുതിയിൽ മുകളിൽ 2 ഭാഗവും സ്വലാത്താക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞു, ഖാൽ മാ ശിഅത ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, നീ അതിനേക്കാളും കൂട്ടിയാൽ നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഉത്തമമാണ് കേട്ടോ. അപ്പോൾ ആ സഹാബി പറഞ്ഞു, അജഅലു ലക സ്വലാത്തി കുല്ലഹാ, എൻ്റെ മുഴു സമയവും ഞാൻ സ്വലാത്ത് ചൊല്ലും നബിയേ. നബി തങ്ങൾ അവരെ ഇനിയും കൂട്ടിക്കോ അത് ഉത്തമമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതം തന്നെ സ്വലാത്താക്കാൻ വിചാരിച്ചിട്ടുണ്ട് നബിയേ. ഈ സമയത്ത് തങ്ങൾ പറഞ്ഞു, നിനക്കൊരു പ്രയാസവും ഇനി ഉണ്ടാവുകയില്ല, ദുന്യാവിലും ഉണ്ടാവുകയില്ല, ആഖിറത്തിലും ഉണ്ടാവുകയില്ല, ഖബറിലും ഇല്ല, സിറാത്തിലും ഇല്ല, ഒരു ഘട്ടത്തിലും ഇല്ല. വയുഗ്ഫർ ലക ദംബുക, നിന്റെ സർവ്വദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാം. നിന്റെ ദുന്യാവിലുള്ള എല്ലാ പ്രയാസങ്ങളും അങ്ങ് നീങ്ങിപ്പോകുന്നതാണ്, എല്ലാ കടങ്ങളും വീടിപ്പോകുന്നതാണ്, എല്ലാ ദുഃഖങ്ങളും നീങ്ങിപ്പോകുന്നതാണ്, സർവ പ്രയാസങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് നാം ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മുടെ സ്വലാത്ത് സലാം മടക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ചിന്തയിൽ തന്നെ സ്വലാത്ത് ചൊല്ലണം. ബഹുമാന ആദരവുകൾ വെച്ചുകൊണ്ട് അവിടുത്തെ ആ തിരുശരീരം, അവിടുത്തെ മഹത്വം നമ്മുടെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് അവിടുത്തെ ഓർത്തുകൊണ്ട് സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് സുന്നത്തുള്ള ധാരാളം സമയങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞ് ഇഖാമത്ത് കൊടുക്കുക. അതുപോലെ ബാങ്കും ഇഖാമത്തും കൊടുത്ത് കഴിഞ്ഞാൽ, ഇഖാമത്തും ബാങ്കും കൊടുക്കുന്ന ആളും കേൾക്കുന്ന ആളും അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ എന്ന് ചൊല്ലുന്നതിന് മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്നെന്തോ സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ, അതും മുത്തനബിയുടെ മേലുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ ആതി മുഹമ്മദിനിൽ വസീലത, മുഹമ്മദ് നബിക്ക് നീ ഉന്നത സ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ച് ഇനിയും വർദ്ധിപ്പിക്കണേ എന്ന ആ മഹത്തായ പ്രാർത്ഥന, അത് എല്ലാ ബാങ്കിനേഷവും ചെല്ലണം. ബാങ്കിനേഷം ചൊല്ലിയാൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി,
എൻ്റെ ഷഫാഅത്ത് അവൻക്ക് എത്തുന്നതാണ് എന്ന് തിരുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് ഇഖാമത്തിന് ശേഷം സ്വലാത്ത് ചൊല്ലണം തിരുനബിയുടെ മേലിൽ. അതുപോലെ ദുആ ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ദ്വാർക്കൂലേ, അതിന് മുമ്പ് സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാർക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്നിങ്ങനെ സ്വലാത്ത് ചൊല്ലി ദുആ കഴിഞ്ഞാലും സ്വലാത്ത് ചൊല്ലണം. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്നിങ്ങനെ നമ്മൾ സ്വലാത്ത് ചൊല്ലലുണ്ട്. അതുപോലെ മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ, ഞാനിപ്പോൾ ഈ സംസാരത്തിൽ തന്നെ മുത്തുനബിയുടെ പേര് എത്ര വട്ടം പറയുന്നുണ്ട്. മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ ഉറക്ക സ്വലാത്ത് ചൊല്ലണം, സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഇത് കേൾക്കുമ്പോൾ ഒന്ന് ചൊല്ലി നോക്കൂ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തില്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ. നബി തങ്ങളുടെ പേര് പറയുമ്പോൾ അവിടുത്തെ പേരിലും മറ്റു സഹാബികളുടെ പേരിലും മഹാന്മാരുടെ പേരിലൊക്കെ സ്വലാത്ത് കൂട്ടൽ സുന്നത്താണ്. സല്ലി അലാ ജമീഅൽ അംബിയാ വൽ മുർസലീൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ. ചുരുക്കത്തിൽ അതോട് കൂടെ നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. ഒരു ചെറിയൊരു സ്വലാത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം, എളുപ്പമുള്ളത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ചൊല്ലി എല്ലാവരും, വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇതെപ്പോഴും ഒരു 100 തവണ ദിവസവും ചൊല്ലാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉന്നതമായ ശ്രേഷ്ഠത പറഞ്ഞ സ്വലാത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം.